പിന്നെ സുധീം പ്രതാപനും നിന്നെ ചൊല്ലി വഴക്കുണ്ടാക്കിയതോ? എനിക്കത് അറിയില്ല. ചേട്ടനനിയന്മാരെ തമ്മിലടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പ്രതാപേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു അനിയത്തിയോട് സംസാരിക്കുന്ന മനസ്സോടെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഒരു കാര്യം കൂടി വ്യക്തമായി. എന്റെ മരണം നമ്പാട്ടമ്മയെ ആഗ്രഹിച്ചു തുടങ്ങിയെന്ന്. ഉത്തരം മുട്ടുമ്പോ തിരിഞ്ഞെന്ന് കൊഞ്ഞനം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ചില സമയത്ത് അമ്മയുടെ പെരുമാറ്റങ്ങൾ. അമ്മ പ്രതാപേട്ടനോട് അത് ചോദിക്കുന്ന ഞാൻ കരുതിയില്ല. അതിന്റെ പിന്നിലെ ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ മുഖത്തൂക്കി ചോദിക്കാനുള്ള ധൈര്യമേ ഏട്ടനും ബാലമാമയ്ക്കും ഇല്ല. എന്തിനാ പ്രതാപേട്ട ഇവിടെ ഉള്ളവരുടെ പരിഹാസം നിന്നേം കേട്ട് ഇങ്ങനെ കിടക്കുന്നത്? ഈ നരകത്തിൽ നിന്ന് നമുക്ക് പോകാം. എടി അങ്ങനെ ഒളിച്ചോടാനേ എന്നെ കിട്ടില്ല. അഞ്ജലി രക്ഷിച്ചത് ഞാനാണെന്ന് പറയുന്നവരെ തെളിവും കൊണ്ട് വരട്ടെ. നോക്കിക്കോ, ഒടുവിൽ ഞാൻ ഭയന്ന് തന്നെ സംഭവിക്കും. ഈ കടന്നാക്രമണം ഏതറ്റം വരെ പോകുമെന്ന് എനിക്കൊന്ന് അറിയണം. നീ എന്നെ സംശയിക്കാതിരുന്നാൽ മാത്രം മതി. ബാലമ്മാമയുടെ ഭാര്യയുടെ വിധി തന്നെയാകും അഞ്ജലിയും കാത്തിരിക്കുന്നത്. സുധി അവളെ വിരൽ കൊണ്ടുപോലും തൊടില്ല. സുധിയുടേതെന്ന ലേബലിൽ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിക്കും. അതിനുള്ള കരിക്കളാണ് ഈ പ്രതാപം കളത്തിലിറക്കിയത്. വിഷ്ണുവിന് ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി ചെറിയമ്മ. അല്ലായിരുന്നെങ്കിൽ ഇപ്പം മുടക്കി ഈ കാശ് ചെറിയമ്മയുടെ സ്ത്രീധന ബാക്കിയായിട്ട് ഞാൻ ചെറിയച്ചിട്ട് കൊടുത്തേനെ. എന്നിട്ട് സന്തോഷത്തോടെ നമുക്ക് ഈ വീട്ടിൽ കഴിയായിരുന്നു. ഇതെന്റെ വിധിയാ മോനെ, അത് തിരുത്താൻ ആർക്കും കഴിയില്ല. ഞാനിപ്പോ ഇത് ചെയ്ത് എന്തിനാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയോ? മുത്തശ്ശിയോടുള്ള കടപ്പാട് കൊണ്ടൊന്നുമല്ല. ചെറിയമ്മയ്ക്ക് ഈ വീട്ടിൽ എന്നും ജീവിക്കാൻ വേണ്ടിയാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇനി ആരും ചെറിയമ്മയോട് പറയില്ല. അതിന് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ചെറിയമ്മക്ക് അറിയില്ലേ, എല്ലാം നേരെയാവും. നഷ്ടപ്പെട്ട ജീവിതം ചെറിയമ്മയ്ക്ക് തിരിച്ചു കിട്ടും. എനിക്കൊന്നും വേണ്ട മോനെ, ഒന്നും വേണ്ട. നിന്റെ ഈ സ്നേഹം തന്നെ ധാരാളം. ശപിക്കപ്പെട്ട എന്നോട് ഒരല്പം കരുണ കാട്ടാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഞാനത് ചെയ്യുമെന്ന് സാന്ദ്ര കരുതുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയാം പ്രതാപേട്ടനെ. എന്നെ കൂടി അറിയിച്ചിട്ടാണ് ഏട്ടനും ബാലമാമയും അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ നാണം കെട്ട് പിന്മാറേണ്ടി വരില്ലായിരുന്നു. മല്ലികേട്ടത്തി പറഞ്ഞുണ്ടാക്കിയ ഒരു അപവാദം എല്ലാവർക്കും വേദവാക്യമായി. അച്ഛനെയും ഇന്ദ്രേട്ടനെയും എനിക്കിപ്പോ വിശ്വാസം ഇല്ലാതായി. അവളെ നമ്പാട്ടെന്ന് ഒഴിവാക്കി തരാൻ ഇനി പ്രതാപേട്ടനെ കഴിയും. നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. ഏത് വിധിയും തിരുത്തിയെഴുതാൻ കഴിയുമെന്ന് നല്ല നിശ്ചയം ഉണ്ടായിട്ടാ ഞാൻ ഈ നാടകത്തിന് കൂട്ടുന്നത്. എനിക്കതറിയാം. എല്ലാവരും തോറ്റു പിന്മാറിയെന്ന് പറയട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കുക ഞാൻ. പ്രതാപേട്ടനെ ആര് സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 2ാം തവണയാ അഞ്ജലി അച്ഛൻ ലക്ഷ്യമിടുന്നത്. മുമ്പൊരിക്കൽ നമ്പാട്ടൊരാൾ വന്നത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു. വളരെ വൈകിയ ആ സത്യം ഞാൻ അറിയുന്നത്. അന്നതിന്റെ പഴി കേട്ടത് പ്രതാപേട്ടനും. അന്ന് എല്ലാവരും പ്രതാപേട്ടനെതിരെ വിരൽ ചൂണ്ടിയിട്ടും ഞാനത് വിശ്വസിച്ചില്ല. അടുത്ത നീക്കത്തിനുള്ള ഒരുക്കങ്ങൾ അച്ഛൻ തുടങ്ങിക്കഴിഞ്ഞു. അതിലെനിക്ക് ഭയമുണ്ട്. പ്രതാപേട്ടനെ ഞാൻ കാണാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട്. ഇക്കാര്യത്തിൽ ബാലമാമയ്ക്ക് ക്ഷീണം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെ, ഇനി ഇന്ദ്രേട്ടന്റെ സഹായം വേണ്ടെന്ന നിലപാടില്ല അച്ഛൻ.
നമ്പാട്ട് ആരും അറിയാതെ അഞ്ജലിയെ വകവരുത്തുക. പ്രതാപേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കണം. ആ മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാറണം. ബാലമ്മാമയെ ഞാൻ കാണാം. പക്ഷേ ബാലമ്മാമയുടെ സ്വഭാവം വെച്ച് എന്നെ വിശ്വസിക്കണമെന്നില്ല. എനിക്കൊരു കാര്യത്തിലെ നിർബന്ധമുള്ളൂ. നമ്പാട്ട് വീട്ടിൽ വെച്ച് അഞ്ജലിക്കൊരു അപമൃത്യു സംഭവിക്കരുത്. എന്നാ നമ്പാട്ട് നമ്മൾ ഒഴിഞ്ഞു പോവുകയും വേണം. ഇപ്പൊ എന്റെ മനസ്സിൽ മറ്റൊന്നാ, അഞ്ജലിയുടെ മരണം സംഭവിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് സുധിയേട്ടനും ഒന്നിച്ച് ജീവിക്കുന്നതിൽ തടസ്സമുണ്ടോ? നീ ഈ കാര്യം അമ്മയോട് പറഞ്ഞു? ഇല്ല. എന്ത് നഷ്ടപരിഹാരം കൊടുത്തും അവളെ അവിടുന്ന് ഒഴിവാക്കണം. അവളെ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വരട്ടെ. അഞ്ജലി അധികകാലം നമ്പാട്ടുണ്ടാവില്ല. ഇത് പ്രതാപൻ സാന്ദ്രയ്ക്ക് തരുന്ന വാക്കാണ്. ഇനി ഇവിടെ തന്നെ നിൽക്കാന്നാണോ പ്രിയ കരുതുന്നത്? എത്ര നാൾ നിനക്ക് ഈ ഒളിച്ചുകളി തുടരാനാവും? എന്നെയും കൊണ്ട് മടങ്ങാൻ തന്നെയാണ് ശബരി കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. പ്രിയ പിന്നെ അത് തന്നെ പറയുന്നു. ഞാനെല്ലാം രവിയോട് വെട്ടിത്തുറന്ന് പറയാത്തതേ എന്റെ കഴിവുകേടായിട്ട് കാണരുത്. ഒരു തരത്തിലും പ്രിയയെ വേദനിപ്പിക്കരുതെന്ന് കരുതി മാത്രം. മോളാണ് പ്രിയയുടെ വീക്ക്നെസ് എന്ന് എനിക്കറിയാം. പ്രിയ അവളെ കൂടെ കൂട്ടിക്കോ. പിന്നെ രവിക്ക് എന്ത് ചെയ്യാനാവും? ബാംഗ്ലൂർ വിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. രവി ഒരിക്കലും എത്തപ്പെടാത്തൊരിടത്തേക്ക്. ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് ശബരി വിളിച്ചപ്പോൾ ഞാൻ വന്നത്. ഇപ്പോഴെനിക്ക് ശബരിയോട് ഒന്നേ പറയാനുള്ളൂ, എന്നെ എന്റെ വഴിക്ക് വിട്ടിട്ട് ശബരി തിരിച്ചു പോകണം. അത് നടക്കില്ല പ്രിയ. ഈ നിമിഷം വരെ നിനക്ക് ഞാൻ ഒരു ദോഷവും വരുത്തിയിട്ടില്ല. ഇനി എനിക്ക് ക്ഷമിച്ച് കാത്തിരിക്കാനും കഴിയില്ല. ശബരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. എന്ത് നേരിടാൻ ഞാൻ എന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. വേണ്ട, നിനക്കത് താങ്ങാനാവില്ല. നിന്റെ കാമുകനെന്നും പറഞ്ഞാവില്ല രവിക്ക് മുന്നിൽ ഞാൻ ഇനി എത്താൻ പോകുന്നത്. ആ കൊടുങ്കാറ്റ് തടയാൻ നിനക്കും കഴിയില്ല, രവിക്കും കഴിയില്ല. അതിനെ നീ എന്നെ പ്രേരിപ്പിക്കരുത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്നെ തളച്ചിടാൻ എനിക്ക് കഴിയും, നിന്റെ മകളെ വെച്ച് തന്നെ. എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിലൊരു മുഷിച്ചലുണ്ടാക്കണം. പറയേ, ഞാൻ കേൾക്കട്ടെ. രവി കുണ്ണിമോളിൽ ഒരു അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീയൊന്ന് ഞെട്ടിയല്ലേ? ഉണ്ണിമോളുടെ അച്ഛൻ ഞാനാന്ന് ഞാൻ തുറന്നടിക്കും. നോ. പറയാൻ മാത്രമല്ല, അത് സ്ഥാപിക്കാനും ഈ ശബരിക്ക് കഴിയും. പിന്നെ നീ എന്ത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല. വിവാഹത്തിനു മുമ്പ് നീ എനിക്ക് എന്ന വാക്ക്, പ്രസവിക്കുന്നെങ്കിൽ അതെന്റെ കുഞ്ഞിനെ മാത്രമായിരിക്കും. നീ ഒരു ചതിയന. നീ എന്നോട് കാണിച്ച ചതിക്കപ്പുറം ഒന്നും ഞാൻ നിന്നോട് കാണിച്ചിട്ടില്ല. നിന്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എനിക്കില്ലാത്തൊരു ജീവിതം നിനക്കും വേണ്ട. അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്കിനെ മുമ്പോട്ടും പിമ്പോട്ടും നോക്കാനില്ല. അപമാനം സഹിച്ച് സ്വയം കെട്ടടങ്ങണ്ടെങ്കിൽ നീ എന്നെ അനുസരിക്കും. അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കും നിന്റെ കുടുംബത്തെ. ശബരിയുടെ ശരിക്കുള്ള മുഖം നീ ഇനി കാണാതിരിക്കുന്നതേ ഉള്ളൂ. ഇനി നിന്റെ മുന്നിൽ യാചനയുമായി ഞാൻ വരില്ല. വരുന്നത് ഉണ്ണിമോളിൽ എനിക്കുള്ള അവകാശം സ്ഥാപിക്കാനായിരിക്കും. ചിന്തിക്കാൻ നിനക്ക് ഞാൻ തരുന്ന അവസാന അവസരമാണ്. നന്നായി ചിന്തിക്കുക. ഒന്ന് നിന്നേ.
നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്നെ രക്ഷിച്ചെന്നു? എവിടെ വെച്ചാ പ്രതാപേട്ടൻ എന്നെ രക്ഷിച്ചത്? നീ ഇത്ര നന്ദിയേട്ടവളാണെന്ന് ഞാൻ കരുതിയില്ല. എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിലും പ്രതാപേട്ടൻ ആണൊരുത്തനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഈ മുതലെടുപ്പ് വളരെ ചീപ്പായി പോയി. പ്രതാപേട്ടന് നെഞ്ചി കൈവച്ച് പറയാവോ എന്നെ രക്ഷിച്ചത് നിങ്ങളാണെന്ന്? ഛേ, ഞാനൊരു മണ്ടത്തരം കാണിച്ചു. അപ്പോഴേ നിന്നെ അത് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. ആ സമയം എനിക്കത് കഴിയാതെ പോയി. സത്യത്തിൽ അന്ന് പുറത്ത് സംഭവിച്ച എന്താണെന്ന് അഞ്ജലി നിനക്കറിയില്ലായിരുന്നു. ഞാനത് വിശ്വസിക്കാം. പക്ഷെ എന്റെ ചില സംശയങ്ങൾക്ക് പ്രതാപേട്ടൻ മറുപടി തരണം. നീ ചോദിക്കേ. ആരാ എന്നെ കൊല്ലാൻ വന്നത്? ഗോവയിൽ നിന്ന് വന്നൊരു പ്രൊഫഷണൽ കില്ലറായിരുന്നു അവൻ. എന്റെ ജീവന് വേണ്ടി അയാൾ വരാനുള്ള കാരണം പ്രതാപേട്ടൻ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. പക്ഷേ അവനൊന്നും പറയുന്നില്ല അഞ്ജലി. എങ്കിൽ പ്രതാപേട്ടൻ അവനെ പോലീസിലേപ്പിക്കാത്തത് എന്താ? നമുക്ക് നാണക്കേട് വരുമെന്ന് ഓർത്താ ഞാൻ അവനെ വെറുതെ വിട്ടത്. എനിക്ക് ഇത്ര അറിഞ്ഞാ മതി. പ്രതാപേട്ടനാണോ എന്നെ രക്ഷിച്ചതെന്ന് അമ്മ വന്ന് എന്നോട് ചോദിച്ചു. അറിയില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാലോ പ്രതാപേട്ടനാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന്. അപ്പ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നീയും ഞാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നാവും. അങ്ങനൊരു വാർത്ത ഇപ്പൊ തന്നെ മണക്കുന്നുണ്ട്. നിനക്കത് നിഷേധിക്കാൻ കഴിയില്ലെന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞു. പക്ഷേ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. അനിയന്റെ ഭാര്യയുടെ മാനത്തിനാ നിങ്ങൾ വിലയിടുന്നത്. നീ ഇപ്പോഴും അത് തന്നെ പറയുന്നേ. നീ പ്രതീക്ഷിക്കുന്ന ഒന്നും സുധിയിൽ നിന്നും ഉണ്ടാവില്ല. നിന്റെ മരണം ഉറപ്പായാൽ സുധി അടുത്ത മുഹൂർത്തത്തിൽ സാന്ദ്രയുടെ കരുത്തിൽ താലി കെട്ടും. എന്തായാലും എന്നോട് ഇത്ര അലിവ് കാണിക്കുന്ന ഒരാളെങ്കിലും നമ്പാട്ടുണ്ടല്ലോ. പ്രതാപേട്ടൻ പറ, എന്തിനാ സുധിയേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്? അതിനുള്ള കാരണം എന്താ? അതിനുള്ള ഉത്തരം സത്യസന്ധമായിട്ട് പ്രതാപേട്ടൻ എന്നോട് പറയാൻ പറ്റുമോ? അതറിഞ്ഞാ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭർത്താവിന്റെ വിഗ്രഹം ഇറക്കി വെക്കാം. പിന്നീട് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തന്നെ നിശ്ചയിക്കും. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്റെ പിന്നാലെ വരരുത്. അങ്ങനെയൊന്നും വിചാരിക്കരുതേ. ഇനി ഇവിടെ വയ്യ ചേച്ചി. ഈ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. സുധിയെ വിശ്വാസമായിരുന്നില്ലേ അഞ്ജലിക്ക്? ആ വിശ്വാസത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല. പ്രതാപേട്ടൻ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. എന്റെ എല്ലാ വേദനകളും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചില്ലേ? ഇനി എന്ത് പ്രതീക്ഷയിൽ ഞാനിവിടെ ജീവിക്കും? എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ തിരിച്ചു പോയേനെ. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത് ഒരു ജീവിതം മോഹിച്ചിട്ടൊന്നുമല്ല. എന്റെ വീട്ടുകാരെ കൂടി വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അവരൊക്കെ കരുതുന്നത് നമ്പാട്ട് വീട്ടിൽ സന്തോഷത്തോടെ ഞാൻ കഴിയുന്നെന്നാ. സൗഭാഗ്യങ്ങൾക്കിടയിലാ മകൾ. അതിന്റെ നടുവിൽ കഴിയുമ്പോൾ ഞാൻ അവരെയൊക്കെ മറന്നു. ഓരോ നിമിഷവും മകൾ ഉരുകിത്തീരുന്ന കാര്യം അവരറിയുന്നില്ലല്ലോ. സുധിയോടൊന്ന് സംസാരിക്കേ. പ്രതാപ സാറിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവുന്ന സുധി അറിയട്ടെ. ഒരു വട്ടം ഞാൻ പറഞ്ഞതാ. അവനെന്റെ മുന്നിൽ വരില്ലെന്നാ പ്രതാപേട്ടൻ നെഞ്ചു വിരിച്ചെന്ന് എന്നോട് പറഞ്ഞത്. കഷ്ടം തന്നെ. സുധിയേട്ടൻ അതിനുള്ള ധൈര്യമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇവിടെ കഴിയാനാവും? പോകുന്നതിനു മുമ്പ് എനിക്കൊരു വിവരം അറിഞ്ഞേ തീരൂ. എന്തിനായിരുന്നു സുധിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന്? അതിനുത്തരം കിട്ടാതെ പോയാ എന്റെ ജീവിതം ഒരു കടങ്കഥ പോലെയാവും. അഞ്ജലി മരിക്കേണ്ടവളാണെന്നാ പ്രതാപേട്ടൻ പറഞ്ഞു വെച്ചത്. ഒരു പെണ്ണിനെ കൊന്നുകളയാൻ വേണ്ടി ഒരാൾ വിവാഹം കഴിക്കൂ? നിരാശ കൊണ്ട് നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സാന്ദ്ര അനുവദിക്കാത്തതാണെങ്കിലോ? അങ്ങനെയും കുറച്ചു കാലം ഞാൻ വിശ്വസിച്ചു. അവളുടെ ഇടപെടലുകളും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്കും സുധിയേട്ടനും ഇടയിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അമ്മയാ.
സാന്ദ്ര അവർക്ക് കൈവിടാൻ വയ്യ. അവൾ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് കാണാനല്ലേ ഇവിടെ ഉള്ളവർ ആഗ്രഹിക്കേണ്ടത്. അത് സാധിക്കണമെങ്കിൽ ഞാനും സുധിയേട്ടനും ഒന്നിച്ച് ജീവിക്കണം. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം. സുധി കൈവിട്ടു പോയെന്നുള്ള തിരിച്ചറിവ് സാന്ദ്രയ്ക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയല്ലേ അമ്മ ശ്രമിക്കേണ്ടത്. ശരിയാ. സുധിയേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ജീവിച്ചു കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ മരിച്ചു കാണാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, അമ്മ ഉൾപ്പെടെ. എന്തിനായിരുന്നു ഈ വിവാഹം എന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അതറിഞ്ഞിട്ട് വേണം നമ്പാട്ട പടിയിറങ്ങാൻ. ഉദയേട്ടാ. ആ എന്താ അഞ്ജലി? ഉദയൻ ചേട്ടനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു വന്നതാ. കാര്യം എന്താന്ന് പറ. നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉദയേട്ടന് അറിയാലോ. എന്നെ നമ്പാട്ടമ്മ ആദ്യമായിട്ട് കണ്ടപ്പോഴും പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം കാണിച്ചപ്പോഴും നിങ്ങൾ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അഞ്ജലി എന്താ ഇപ്പൊ അതൊക്കെ പറയുന്നത്? അതിനുള്ള കാരണം അറിയില്ലാന്ന് നടിക്കുകയാണ് നിങ്ങൾ. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനൊരു കല്യാണം? ഈ ചോദ്യം എല്ലാവരോടും ചോദിച്ച് ഞാൻ മടുത്തു. കേട്ട ഉത്തരങ്ങളൊക്കെ കളവായിരുന്നു എന്ന് ഞാനിപ്പോ തിരിച്ചറിഞ്ഞു. അത് പിന്നെ നമ്പാട്ടമ്മയ്ക്ക് അഞ്ജലിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ സുധിക്ക് വേണ്ടി ആലോചിച്ചത്? ഉദയൻ ചേട്ടൻ നമ്പാട്ട ബന്ധുവല്ലെന്ന് എനിക്കറിയാം. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ പറയൂ, എന്നെ കൊല്ലാനാണോ വില കൊടുത്ത് വാങ്ങിയത്? സമയാസമയങ്ങളിൽ നോട്ടുകെട്ടുകളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് എന്റെ വീട്ടിൽ വന്ന ആളല്ലേ നിങ്ങൾ? നമ്പാട്ടമ്മയുടെ മനസ്സ് നിങ്ങൾക്കറിയാം. അഞ്ജലി, ഞാൻ എന്ത് പറയാനാ? എനിക്കറിയാം നിങ്ങളുടെ നാവിനും മനസ്സിനും കടിഞ്ഞാണുണ്ടെന്ന്. ഒരു കൂടപ്പിറപ്പ് നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും. കൊല്ലാനാണെങ്കിൽ എന്തിന്? അതിനുള്ള ഉത്തരവെങ്കിലും പറഞ്ഞതാ. ഞാൻ ഈ വീട് വിട്ട് ഓടിപ്പോകുമൊന്നുമില്ല. സന്തോഷത്തോടെ നിങ്ങളുടെ വിധിക്ക് നിന്ന് തരും. പക്ഷേ എനിക്കതറിയണം. ആ അവകാശം നിങ്ങളെങ്കിലും സാധിച്ചു തരണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരോട് പോലും കഴുത്തി തൂക്കുകയറിടുന്നതിന് മുമ്പ് അയാൾ ചെയ്ത കുറ്റം വായിച്ചു കേൾപ്പിക്കാറുണ്ട്. ആ ഒരു അവകാശമെങ്കിലും എനിക്കില്ലേ? അഞ്ജലി സംശയിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് വെച്ചാ എല്ലാം എന്റെ തെറ്റിദ്ധാരണയാണെന്ന്. അതെ. അതെന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കൊന്നുകൂടെ പറയാവോ? നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ ഒന്നോർത്തോ, എന്നോട് കാണിച്ച ചതിയിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന്. സുഗുണ, നീ വിചാരിച്ചിട്ട് നടക്കാത്തത് ഇന്ന് എന്റെ പേരക്കുട്ടി സാധിച്ചു തന്നു. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഞാൻ ഇന്ന് 10 സെന്റ് ഭൂമിക്ക് ഈ വീടിന് ഉടമയാ. ഇനി എനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാം. അമ്മയ്ക്ക് ഞാനിതുവരെ ചെയ്തു തന്നെന്നും ഒന്നും അല്ലാതായി. അല്ല, നീ എനിക്ക് എന്ത് ചെയ്തു തന്നടാ? അമ്മ ഇങ്ങനെ തന്നെ പറയണം. എന്റെ പെൻഷൻ പണം കൊണ്ടാ ഞാൻ ജീവിച്ചത്. നീ ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? നീയും നിന്റെ ആദ്യ ഭാര്യയും ജീവിച്ചത് എന്റെ കാശ് കൊണ്ടാ. സുഗുണ, കൂടുതൽ ചൊറിയാൻ വരരുത്. പുണ്ണാവുന്നത് നിനക്കാ. ഈ കണ്ട കാലമൊന്നും ബന്ധുക്കളാരും അന്വേഷിച്ച് വന്നില്ലല്ലോ. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിച്ചില്ല. ഒരുത്തം 10 കാശും കൊണ്ട് വന്നപ്പോ അമ്മയുടെ മനസ്സങ്ങ് മാറിയല്ലേ?
ഇതൊന്നും അധികകാലം നിലനിൽക്കുകയല്ല. ഈ വന്നവൻ പൊടിയും തട്ടി അങ്ങ് പോയാ സുഗുണനേ ഉള്ളൂ. ഞെളിഞ്ഞിരുന്ന് പ്രസംഗിക്കുമ്പോ അതും കൂടെ ഓർത്താ നല്ലത്. എന്റെ പേരക്കുട്ടി വന്നത് എന്റെ കയ്യിൽ നിന്നൊന്നും മുതലാക്കാനല്ല, അതിന് തുനിഞ്ഞത് നീയാ. രണ്ടാം കെട്ടുകാരിയുടെ പറമ്പിൽ പുരപണിയാൻ കാശ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ കൊതിക്കറുവല്ലേടാ നിനക്ക്? എന്നെ കൊണ്ട് അങ്ങനെ ഒരു നാണം കെട്ട പണി ചെയ്യിച്ചത് അമ്മയാ. ഒടുവിൽ എന്നെ നാറ്റിക്കുന്നോ? വേണ്ട മുത്തശ്ശി. ഡാ, നിന്റെ ഈ നാടകം സൂണനോട് വേണ്ട. നീ എന്തിനാ ഇപ്പൊ ഈ കളിക്കിറങ്ങിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ അതുകൂടെ ചെറിയച്ചൻ പറ. ഞാനത് പറയാനല്ലടാ പോകുന്നത്. നിന്റെ മുഖം മൂടി വലിച്ച് കീറാനാ. സുഗുണൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അറിഞ്ഞതൊക്കെ തന്നെ ധാരാളം മതി. നിന്നെ ഞാൻ അറിയിക്കും, അറിയിച്ച് തരുന്നുണ്ട്.